ഈ വരുന്ന നവംബർ 22 മുതൽ ഡിസംബർ മാസം 1-ാം തീയതി വരെ ഇൻഷാ അല്ലാഹ് നടക്കുകയാണ്. 2-ാം തീയതി അതിന്റെ പരിസമാപ്തി കുറിക്കുകയാണ്. എല്ലാ വിശ്വാസിനികളെയും ആ പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന ഉറൂസ് മഹാമഹത്തിലേക്ക് പ്രത്യേകമായി മഹലിന്റെ ചീഫ് ഇമാം എന്ന നിലയ്ക്ക് ഈജിപ്തിന്റെ മണ്ണിൽ വെച്ചുകൊണ്ട് തന്നെ പ്രത്യേകമായി നഫീസത്തുൽ മിസ്രിയുടെ സമീപത്ത് വെച്ചുകൊണ്ട് ക്ഷണിക്കുകയാണ്. നമുക്കറിയാം ബീമാ ഉമ്മ റളിയല്ലാഹു അൻഹയും അവിടുത്തെ പ്രിയപ്പെട്ട മകനുമടക്കം പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിന് വേണ്ടി നടത്തിയിട്ടുള്ള ദീനി ദഅവത്തിന്റെ പ്രസരണ മേഖല എന്ന് പറയുന്നത് വളരെ വിശാലമാണ്. നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു അൻഹയെ അടക്കം ചെയ്തിരിക്കുന്ന ഈ പുണ്യമാക്കപ്പെട്ടതാകുന്ന നഗരിയിൽ വെച്ചുകൊണ്ട് തന്നെ ബീമാ ഉമ്മയെ കുറിച്ച് ചേർത്ത് വായിക്കേണ്ടതുണ്ട്. കാരണം രണ്ടുപേരും വളരെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുസുന്നത്തുകൾ പരിപൂർണമായി മുറുകെ പിടിച്ച് ഇസ്ലാമികമാകുന്ന ജീവിതം കാഴ്ചവെച്ചതാകുന്ന മഹിളകളാണ്. നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു അൻഹ ഏതൊരു തായ്വഴിയിലാണോ ജീവിച്ചത്, ഏതൊരു ആതുര സേവന രംഗങ്ങളിൽ പരിപൂർണമായി നിലകൊണ്ടവരാണോ, അതേ നിലയിൽ തന്നെ ആതുര സേവന രംഗങ്ങളിൽ പരിപൂർണമായി ബീമാ ഉമ്മ റളിയല്ലാഹു അൻഹ പ്രോജ്വലിച്ചു നിന്നു എന്നുള്ളത് വസ്തുതയാണ്. അതുകൊണ്ട് ലോകത്തുള്ളതാകുന്ന വിശ്വാസിനികൾ പരിശുദ്ധമാക്കപ്പെട്ട ഈജിപ്തിന്റെ മണ്ണിലേക്ക് വന്ന് ബീവി നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു അൻഹയുടെ പൊരുത്തം കാംക്ഷിക്കുന്നത് പോലെ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ മക്കാമാകുന്ന ബീമാ ഉമ്മയുടെ പരിസരത്തേക്ക് വന്ന് ബീമാ പള്ളിയുടെ പരിസരത്ത് അന്തിവിശ്രമം ചെയ്യുന്ന മഹിളയെ സിയാറത്ത് ചെയ്യുവാൻ ഒരുപാട് ആളുകൾ വിശ്വാസിനികൾ മാത്രമല്ല ഇതര സമുദായത്തിലെ സഹോദര സഹോദരിമാരടക്കം ആ പുണ്യമാക്കപ്പെട്ട നഗരിയിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. എല്ലാവരെയും പ്രത്യേകമായ നഗരിയിലേക്ക് ഒരിക്കൽ കൂടി പ്രത്യേകമായി ക്ഷണിക്കുന്നു. എല്ലാവിധ ആശംസകളും ആ മഹാമഹത്തിന് നേർന്നുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.